ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയും മണ്ഡല അടിസ്ഥാനത്തിൽ സിപിഎം പരിശോധന തുടങ്ങി. കേഡർ വോട്ടുകൾ ചോർന്നു, പാർട്ടി വോട്ടുകളുടെ ചോർച്ച തോൽവിയുടെ ആഘാതം കൂട്ടിയെന്ന് സെക്രട്ടേറിയറ്റിൽ അഭിപ്രായമുയർന്നു. ശക്തി കേന്ദ്രങ്ങളിലെ തിരിച്ചടിയിൽ പ്രത്യേക പരിശോധനയുണ്ടാക്കും. വൻതോതിൽ വോട്ട് ചോർന്നിടങ്ങളിൽ അന്വേഷണ കമ്മീഷനും വന്നേക്കും. എം ജി മിഥുൻ വിവരങ്ങളുമായി ചേരും. മിഥുൻ, നമുക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവിയാണ് ഇടതുമുന്നണിക്ക് നേരിടേണ്ടി വന്നത്. കേരളത്തിലടക്കം വലിയ തോൽവി. ഇതിൽ പരിശോധന തുടങ്ങി. ഏറ്റവും പ്രധാനമായി സ്വന്തം പാർട്ടി വോട്ടുകൾ അടക്കം ഒഴുകിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതിലടക്കം പരിശോധന ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ പ്രധാനമായി ഇന്നലെ മുഖ്യമന്ത്രിക്കടക്കം വലിയ വിമർശനം സിപിഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ എന്താണ് വിശദാംശങ്ങൾ? തുടർച്ചയായ രണ്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു പരിശോധനയിലേക്ക് ഇപ്പോൾ കടക്കാൻ സിപിഎം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ ചേർന്ന സെക്രട്ടറി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായത്. ഇന്നും സെക്രട്ടറി യോഗം തുടരുകയും ചെയ്യും. അടുത്ത 3 ദിവസങ്ങളിൽ സംസ്ഥാന സമിതി യോഗവും ചേരാൻ തീരുമാനമാവുകയും ചെയ്തിട്ടുണ്ട്. ഈ യോഗത്തിൽ പ്രധാനമായും ഉയർന്നു വന്നിട്ടുള്ള കാര്യം ഇതാണ്. അതായത് ഈ ഒരു മണ്ഡല അടിസ്ഥാനത്തിൽ സിപിഎം പരിശോധന തുടങ്ങുന്നുണ്ട്. കേഡർ വോട്ടുകൾ ചോർന്ന് പാർട്ടി വോട്ടുകളുടെ ചോർച്ച, ഒപ്പം തന്നെ തോൽവിയുടെ ആഘാതം കൂട്ടി എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള വിമർശനങ്ങൾ സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വരികയും ചെയ്തു. കൂടാതെ ഭവ്യ സൂചിപ്പിച്ചപ്പോൾ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിൽ കണകക്ഷി ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടാതെ പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനം ഉയർത്തിക്കൊണ്ട് നേതാക്കൾ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം തോമസ് ഐസക് അടക്കമുള്ള നേതാക്കൾ ഒരു ആത്മപരിശോധന നടത്തണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. കാരണം പാർട്ടി എന്ന് പറയുന്നത് ജനങ്ങളുടേതാണ്. ജനങ്ങൾ പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്നതാണ് ഇത്തരത്തിലുള്ളൊരു വിഷയത്തിലേക്ക് സിപിഎമ്മിനെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടി ഈ കാര്യങ്ങളല്ല, പാർട്ടി എന്ന തിരിച്ചറിവ് എപ്പോഴും വേണം. കൂടാതെ ജനങ്ങൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാകണം. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പാർട്ടി സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല. അതാണ് ഇത്ര വലിയ തിരിച്ചടിയിലേക്ക് പോയത്. കൂടാതെ ചില അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വീഴ്ച സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് പാർട്ടിയുടെ പരമ്പരാഗതമായി ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടുകൾ കുറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. കൂടാതെ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ഇത്തരത്തിൽ ബിജെപിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. ഇരട്ടി വോട്ടുകൾ അവിടെ ശേഖരിക്കാൻ പ്രധാനമായും ബിജെപിക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് തിരിച്ചറിയാൻ പോയത് എന്തുകൊണ്ടാണ്, തിരിച്ചറിയാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്, ഇതിന്റെ ആഘാതമായ രീതിയിൽ പഠിക്കാൻ സാധിക്കാതെ പോയത് എന്തുകൊണ്ടാണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഈ സെക്രട്ടറിയിൽ പറയുന്നത്. കൂടാതെ തെറ്റുതിരുത്തൽ നടപടികൾക്ക് മാർഗരേഖ തയ്യാറാക്കാനും ആലോചനയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ 11 നമുക്കറിയാം ബിജെപി 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തി, 8 നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാമത്തെ ഒരു സ്ഥിതിവിശേഷമുണ്ട്. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വലിയ മുന്നേറ്റം നടത്താൻ ബിജെപിക്ക് സാധിച്ചിട്ടുണ്ട്. കൂടാതെ മന്ത്രിമാരുടെ മണ്ഡലങ്ങൾ പോലും ഒന്നാമതെത്താൻ, 3 മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ പോലും ഒന്നാമതെത്താൻ ബിജെപിക്ക് സാധിക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള പശ്ചാത്തലത്തിൽ ഒരു തിരുത്തൽ നടപടിയായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സെക്രട്ടേറിയറ്റിന്റെ തീരുമാനമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിലും ഇന്നുകൂടി സെക്രട്ടേറിയറ്റ് യോഗം തുടരും. നാളെ മുതൽ 3 ദിവസം ഒരു തിരുത്തൽ നടപടിയുമായി മുന്നോട്ട് പോകാൻ പാർട്ടി ഒരുങ്ങുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം, ഒപ്പം സാധാരണക്കാർ പാർട്ടിയിൽ നിന്ന് അകലുന്നു തുടങ്ങിയ ഒരുപാട് വിമർശനങ്ങൾ ഇന്നലെ ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ മിഥുൻ സൂചിപ്പിച്ചതുപോലെ തോമസ് ഐസക്കിന്റെ പ്രതികരണമൊക്കെ വന്ന് നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് പാർട്ടിക്കുള്ളിൽ തന്നെ ഭിന്നത ഉണ്ട് എന്നതിലേക്കാണോ? വളരെ കാലാകാലങ്ങളായി ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടാകുന്നുള്ള കാര്യം സ്വാഭാവികമാണ്. കാരണം സിപിഎം അങ്ങനെയാണ്. അതായത് അവരുടെ വിമർശനങ്ങൾ തുറന്നു പറയേണ്ടത് പാർട്ടിയുടെ യോഗങ്ങളിലാണ്. അത് കാലാകാലങ്ങളിൽ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുകയും ചെയ്യും. പക്ഷേ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു തിരിച്ചടി, കാരണം നമുക്കറിയാം 2019 സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഒരു ഭരണവിരുദ്ധ വികാരമില്ല എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. കാരണം അന്ന് ശബരിമല അടക്കമുള്ള വിഷയങ്ങളുണ്ട്, രാഹുൽ ഗാന്ധി എന്ന ഫാക്ടർ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ വലിയ രീതിയിൽ വോട്ടായി കോൺഗ്രസ് മാറ്റാൻ സാധിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഒരു ഭരണത്തിന്റെ തിരിച്ചടിയായി വിലയിരുത്താൻ സാധിച്ചില്ല എങ്കിൽ, പക്ഷേ ഇത്തവണ 2024 വരുമ്പോൾ ഈ ഫാക്ടർ ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവർ കൃത്യമായ രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പിന് എന്നുള്ളത് തന്നെയാണ്. കാരണം കൃത്യമായി ഒരു ഭരണനിർവഹണത്തിനെതിരായിട്ട് വോട്ട് ചെയ്തു. അതായത് സംസ്ഥാന സർക്കാരിന്റെ ഒരു വിലയിരുത്തലായി തന്നെ ഇത്തവണത്തെ ഒരു തെരഞ്ഞെടുപ്പ് മാറി എന്നുള്ള ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഒരു ആത്മപരിശോധന നടത്താൻ സിപിഎം തയ്യാറാകുകയും ചെയ്യുന്നത്. കൂടാതെ ഒരു പരിശോധനയിലേക്ക്
ഘടകങ്ങൾ എത്തുകയും ചെയ്യുന്നത്. കാരണം മണ്ഡലാടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് സെക്രട്ടറി യോഗം കടന്നു വന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കൂടാതെ ഈ ഒരു വിഷയങ്ങളിൽ, അതായത് BJP വോട്ട് ഇരട്ടയാക്കിയതിന് പിന്നിലെ എന്താണ് എന്നുള്ളതാണ് പാർട്ടി കേന്ദ്രങ്ങളിലടക്കം തലപൊഴിഞ്ഞിപ്പോൾ ആലോചിക്കുന്നത്. കാരണം CPM PB അടക്കം കേരളത്തിലെ ഈ സ്ഥിതി സംബന്ധിച്ച് ചർച്ചകൾ നേരത്തെ നടന്നിരുന്നു. അതായത് ഇത്രയും വലിയ തിരിച്ചറിയാൻ പാർട്ടിക്ക് സാധിച്ചില്ല, BJPയുടെ വാർത്ത തിരിച്ചറിയാൻ പാർട്ടിക്ക് സാധിച്ചില്ല എന്നുള്ള വിമർശനം കൂടി യോഗത്തിൽ ഉയർന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കൂടാതെ ഈ കേരളത്തിലെ സാഹചര്യം സങ്കീർണമാണെന്നും ശക്തി കേന്ദ്രങ്ങളിലടക്കം വോട്ട് കുറഞ്ഞത് വിശദമായി പരിശോധിക്കണമെന്നും PB നേരത്തെ വിലയിരുത്തുകയും ചെയ്തു. തൃശ്ശൂരിലെ സ്ഥിതി അടക്കം ആഴത്തിൽ പഠിക്കണമെന്നും നിർദ്ദേശം നൽകിയിരുന്നു. അതിന് പിന്നാലെ കൂടിയാണ് ഈ ഒരു സെക്രട്ടറി യോഗത്തിന്റെ ഇത്തരത്തിൽ വിശദമായ കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്നത്. രാത്രി വൈകിയോടെയും സെക്രട്ടറി യോഗം തുടരുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിലാണ് ഇത്തരത്തിലൊരു പരിശോധനകൾ പാർട്ടി കേന്ദ്രങ്ങളിലെ അടക്കം വോട്ടുകൾ പോയതുമായി ബന്ധപ്പെട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ നടപടിക്ക് ശുപാർശ ചെയ്യാനുള്ള ഒരു തീരുമാനം കൂടി കൈക്കൊള്ളുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം സംസ്ഥാന സമിതിക്ക് ഈ സെക്രട്ടറിയുടെ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിലൊരു നടപടി ശുപാർശ കൂടി നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഏതെങ്കിലും തരത്തിൽ പാർട്ടി നേതാക്കൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ സംഘടനാ തലത്തിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ, ഇതൊക്കെ തന്നെ പരിശോധന നടത്തി കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കൂടി സെക്രട്ടറി തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇന്നും സെക്രട്ടേറിയറ്റ് യോഗം തുടരും. ശരി, നന്ദി MG മിഥുൻ വിവരങ്ങൾ പങ്കുവച്ചത്.